ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC. എൻ്റെ പേര് സൂരജ്. നമ്മൾ ഈ വരുന്ന LDC എക്സാമുകൾക്ക് ജോഗ്രഫിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലൊന്നും തന്നെ പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇതിൽ പല ചോദ്യങ്ങളും മുമ്പ് PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതല്ലാത്ത ചോദ്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഓരോന്നും ഓരോ ഏരിയയിൽ നിന്ന്, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് എടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ? ഓക്കെ, യെസ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് 10th പ്രിലിംസ് 2021 ചോദിച്ച ചോദ്യമാണ്. എന്നിരുന്നാലും നമുക്ക് നോക്കാം ഇവിടെ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, നമ്മളിന്ന് ക്വസ്റ്റ്യനും ആൻസറും മാത്രമല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ ഉണ്ടാവും, ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഓപ്ഷൻസുകൾ, അതായത് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണെന്ന് നോക്കാം. നമുക്ക് ഇന്ത്യയെ 5 or 6 ആയിട്ട് ഭൂവിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. NCERT ആണെങ്കിൽ 6 ഭൂവിഭാഗങ്ങളായിട്ടാണ്, പഴയ NCERT SCERT ആണെങ്കിൽ 5 ഭൂവിഭാഗങ്ങളായിട്ടും തരംതിരിച്ചിട്ടുണ്ട് അല്ലേ? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം, അതുപോലെ ദ്വീപുകൾ. ഓക്കെ, അപ്പോൾ ഇതിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ നമ്മൾ കീപ്പ് ചെയ്യണം. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു വഴിയുണ്ട്. അതായത് നമ്മൾ ആദ്യം ചോദ്യം വായിക്കുന്നു, അതിലെ കീവേഡ് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നു. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇതിനില്ല ശരിക്കും. എന്നിരുന്നാലും നമ്മൾ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ക്വസ്റ്റ്യൻസ് വായിക്കുന്നതും ചെയ്യാൻ പോകുന്നതും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ചോദിച്ചത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ പണ്ട് മുതലേ പഠിച്ച ഒരു കാര്യമാണ്, ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം. ഇന്ത്യ എന്ന് പറയുന്നത് ഫലക സിദ്ധാന്തം അനുസരിച്ച്, അതായത് പ്ലേറ്റ് ടെക്ടോണിക്സ് അനുസരിച്ച് ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഫലകമാണ്. ഇന്തോ ഓസ്ട്രേലിയൻ ഫലകം എന്നാണ് പറയുന്നത്. നമ്മൾ ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ തന്നെ ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരു വലിയൊരു പ്ലേറ്റും അഥവാ പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇതിൽ നമ്മുടെ ഡെക്കാനും ചോട്ടാ നാഗ്പൂരും മാൽവ പീഠഭൂമി എല്ലാം ഉൾപ്പെടുന്ന ഈ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വേറെന്തൊക്കെ ചോദ്യങ്ങളാണ് വരിക നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു ചോദ്യം വരാം. തീർച്ചയായും ഏറ്റവും പഴക്കം ചെന്നത് ഇതാണെന്ന് നമ്മൾ പഠിച്ചു. ഇതല്ലാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് ആൻസർ, ഉപദ്വീപീയ പീഠഭൂമി. ഇനി ഇന്ത്യയിലെ ഏറ്റവും സ്ഥായിയായ ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും സ്ഥായിയായ ഭൂവിഭാഗം. ഇതിൽ നിന്ന് ഈ 3 ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതിൻ്റെ എല്ലാം ആൻസർ ഉപദ്വീപീയ പീഠഭൂമി തന്നെ. പഴക്കം, വലുത്. ഈ വലുത് എന്ന് ഓർത്ത് വെക്കാൻ ഞാൻ ഒന്നുകൂടി വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇന്ത്യ ടോട്ടൽ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ടോട്ടൽ വലിപ്പം എന്ന് പറയുന്നത് 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിൻ്റെ 15 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം എന്ന് വെച്ചാൽ ഏകദേശം ഇന്ത്യയുടെ പകുതിയോളം അല്ലേ? നിങ്ങൾ നോക്കിയേ, ഇതല്ലേ ഉപദ്വീപീയ പീഠഭൂമി? ഇന്ത്യയുടെ ഏകദേശം പകുതിയോളം ഭാഗം എന്ന് പറയുന്നത്, തീർച്ചയായും ഇന്ത്യയുടെ പകുതിയോളം ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റും ഇന്ത്യയുടെ പകുതി 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വലിപ്പം. ഏറ്റവും വലുത് ഇതാണ് എന്ന് നമുക്ക് ഒബ്വിയസ്ലി ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇനി സ്ഥായിയായത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് എന്നാണ് അർത്ഥം. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വർഷങ്ങളായിട്ട് സംഭവിക്കാത്ത ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അക്കണക്കിന് നമ്മൾ ഹിമാലയവും അതുപോലെ നമ്മുടെ തീരസമുദ്രവും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാലയൊക്കെ ആണെങ്കിൽ ഓരോ വർഷവും 2-3 സെൻറ്റിമീറ്റർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണത് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമായിട്ടൊക്കെ പറയാനുള്ള കാരണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ സ്ഥായിയായ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പീഠഭൂമി ഭാഗത്ത് പ്രത്യേകിച്ച് വലിയ ഭൂചലനങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ നടക്കാറില്ല. അതിന് കാരണം ഇത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അഥവാ സ്ഥായിയായ ഭൂവിഭാഗമായതുകൊണ്ടാണ്. ഓക്കെ, ആ കാര്യം കൂടി ഞാൻ ഒന്ന് ചേർക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമാണ് എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് ഖാദി ബോർഡ് LDC 2023 കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് LDC എക്സാമിനൊക്കെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എടാ, എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ കീവേഡ് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ആ കീവേഡിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, എളുപ്പത്തിൽ ആൻസർ കിട്ടും. എടാ, ഭക്ഷ്യകലവറ എന്ന് പറയുന്നത് ഫുഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എന്ത് മേഖലകളായിരിക്കും? കാർഷിക മേഖലകളായിരിക്കും അല്ലേ? കൃഷിയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം അവിടെയുള്ള ജനങ്ങൾക്ക്. കാർഷിക മേഖല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എങ്ങനെയുള്ള മണ്ണായിരിക്കും? നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കും അല്ലേ? ഫലഭൂയിഷ്ടമായ മണ്ണായിരിക്കും നമുക്കവിടെ കാണുന്നത്. എടാ, ഫലഭൂയിഷ്ടമായ മണ്ണ് എന്ന് പറയുമ്പോൾ അതെന്ത് മണ്ണാണ്? തീർച്ചയായും അത് എക്കൽ മണ്ണായിരിക്കും അല്ലേ? എക്കൽ മണ്ണ്. എന്താണ് എക്കൽ? എക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നദികളുടെ നിക്ഷേപത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കൽ മണ്ണ്. നദിയുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? നദീ സമതലമായിരിക്കും. എടാ, കിട്ടി നമ്മുടെ ആൻസർ. സമതലങ്ങളാണ് ഇതിൻ്റെ ആൻസർ അല്ലേ? ഒരു കീവേഡ് അണ്ടർലൈൻ ചെയ്തു, നമ്മൾ ആ കീവേഡിനെ കുറിച്ച് ആലോചിച്ചു. ലോ ലെവലിൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ആലോചിക്കുക, റോക്കറ്റ് സയൻസ് ഒന്നും ആലോചിക്കാനല്ല പറഞ്ഞത്. ഭക്ഷ്യകലവറ എന്ന് പറയുമ്പോൾ കുറേ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ കാർഷിക ഭൂവിഭാഗമായിരിക്കും. കാർഷിക ഭൂവിഭാഗം നന്നായിട്ട് കൃഷി നടത്തണമെങ്കിൽ നമുക്ക് നല്ല മണ്ണ് വേണം, എക്കൽ മണ്ണ് ഉണ്ടാകുക സാധാരണ നദിയുടെ തീരങ്ങളിലാണ്, നദീ സമതലത്തിലാണ്. അപ്പോൾ സമതലങ്ങളായിരിക്കില്ലേ ആൻസർ? തീർച്ചയായും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ഇനി വരും എന്ന് നോക്കാം. കഴിഞ്ഞ വർഷം LDCക്ക് ചോദിച്ച ചോദ്യം തന്നെയാണ് ആദ്യം തന്നെ നിങ്ങൾ കിടക്കുന്നത്. ഇത് ഇന്ത്യയുടെ കാർഷിക ഭൂവിഭാഗം കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ കാർഷിക ഭൂവിഭാഗം ഇവയിലേതാണ്? വീണ്ടും നമുക്ക് കിട്ടി ഉത്തര മഹാസമതലം അഥവാ ഗംഗാ സമതലം. സെറ്റല്ലേ? ഇനി ഇന്ത്യയുടെ ഏറ്റവും ഫലഭൂയിഷ്ടമായ ഭൂവിഭാഗം ഏതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. അതിന് ആൻസർ ഉത്തര മഹാസമതലം തന്നെ. ഇനി അഥവാ ഫലഭൂയിഷ്ടമായ മണ്ണ് ഏതാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ താഴെ ആൻസർ ഉണ്ട്, എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണ് എക്കൽ മണ്ണാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണും എക്കൽ മണ്ണ് തന്നെയാണ്. ഇന്ത്യയുടെ 42% നമ്മുടെ എക്കൽ മണ്ണാണ്. ഈ കാര്യം മറക്കരുത്. ഓക്കെ, കേരളത്തിൽ ഏതാണോ കൂടുതൽ കാണുന്നത്? കേരളത്തിൽ കൂടുതൽ കാണുന്നത് ലാറ്ററൈറ്റ് മണ്ണാണല്ലേ? ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ഇതിനെന്താണ് പറയുക? ചെങ്കൽ മണ്ണ് എന്നാണ് നമ്മൾ പറയുക. ലാറ്ററൈറ്റ് സോയിലിന് നമ്മൾ മലയാളത്തിൽ ചെങ്കൽ മണ്ണ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എക്സാമിന് ചിലപ്പോൾ ലാറ്ററൈറ്റ് സോയിൽ എന്ന് തന്നെ ചോദിക്കാം. ഓക്കെ, ഇനി ഇന്ത്യയുടെ നദിയുടെ നിക്ഷേപ ഫലമായി കഴിഞ്ഞ വർഷം LDCക്ക് ചോദിച്ച ചോദ്യം പിടിച്ചോ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട ഭൂവിഭാഗം ഇവയിലേതാണ്? എടാ, സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയല്ല, ലോകത്തെ ഏത് നദിയാണെങ്കിലും അതിൻ്റെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നത് നിക്ഷേപമല്ലേ? എന്താ നിക്ഷേപിക്കുന്നത്? എക്കൽ നിക്ഷേപിക്കുന്നത് എന്തുണ്ടാവും? എക്കൽ സമതലങ്ങൾ ഉണ്ടാകും. അപ്പോൾ സമതലങ്ങളാണ് ആൻസർ. അപ്പോൾ നമ്മൾ അതും പഠിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത് ഇവിടെയാണല്ലേ? അപ്പോൾ കൃഷി നടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ ധാന്യപ്പുര എന്ന് പറയുന്ന സമതലങ്ങളായിരിക്കും, ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളായിരിക്കും. ഇതിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. ഇനി ഇതല്ലാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നത് കൃഷിയെയാണ്. നമുക്കറിയാം, ഒരു 60-65% ഇന്ത്യയിൽ ജനങ്ങൾ കൃഷിയിതര മേഖലകളെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ആശ്രയിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ കൃഷിയുമായി ആശ്രയമുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസംഖ്യ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഒബ്വിയസ്ലി നമുക്ക് കാണുന്നത് എവിടെയായിരിക്കും? ജനസംഖ്യ കാണുന്നത് വീണ്ടും സമതലങ്ങളിലായിരിക്കും. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഉത്തരമഹാസമതലം, UP ഉത്തരമഹാസമതലത്തിലല്ലേ? ഉത്തർപ്രദേശ് ജനസംഖ്യ കൂടിയ സംസ്ഥാനം അതല്ലേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത എവിടെയാ? ബീഹാർ എവിടെയാ? ഉത്തരമഹാസമതലത്തിലല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി ഇത് തന്നെയാണ് അതും ആൻസർ ചെയ്യുക. ജനങ്ങൾ എവിടെയല്ലേ? അപ്പോൾ
സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സംസ്കാരങ്ങളുടെ ഈറ്റില്ലം അഥവാ ഇന്ത്യൻ സംസ്കാരം, ഭാരതീയ സംസ്കാരത്തിൻ്റെ തൊട്ടിൽ, ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഒബ്വിയസ്ലി നമ്മുടെ ഉത്തരം മഹാസമതലമായിരിക്കും. അപ്പോൾ ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം പഠിച്ചല്ലോ, തെറ്റിക്കില്ലല്ലോ. ഇന്ത്യയുടെ എക്കൽ ഭൂവിഭാഗം പഠിച്ചില്ലേ, കാർഷിക ഭൂവിഭാഗം പഠിച്ചില്ലേ, ഇന്ത്യയുടെ എക്കണോമി, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതൊക്കെ ഇത് തന്നെയാണ്. ഡൗട്ട്സ് ഒന്നും വേണ്ട. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പെട്ടെന്ന് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയുടെ ഏത് മലനിരയിലാണ്? ഞാൻ കീവേഡ് അണ്ടർലൈൻ ചെയ്തു. ഈ കീവേഡ് അണ്ടർലൈൻ ചെയ്യുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഷിംല, ഡാർജിലിംഗ്. ഞാനൊരു മറ്റൊരു ടെക്നിക്ക് കൂടി പറയാം. എക്സാമിന് അറിയാത്ത ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ്. ഷിംല, ഡാർജിലിംഗ്. അഥവാ നിങ്ങൾക്ക് ആ കീവേഡിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമോ തടാകമോ നദിയോ നഗരമോ എന്തെങ്കിലും ആണെങ്കിൽ അതെവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തണം. അവിടെ തന്നെ ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. ഷിംല എവിടെയാ? ഹിമാചൽ പ്രദേശാണ്. ഡാർജിലിംഗ് എവിടെയാ? വെസ്റ്റ് ബംഗാളാണ്. ഇത് ചിലപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യന് പറ്റിയെന്ന് വരില്ല. ചില ക്വസ്റ്റ്യൻസുകൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് മറന്നു പോരുതേ. എപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലം, തടാകം, നദി, ചുരം, നഗരങ്ങൾ എന്ത് കണ്ടാലും അതെവിടെയാണ്. ഇപ്പോൾ കേരള ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ കേരളത്തിലെ ഏത് ജില്ലയാണെന്ന് എഴുതി വെക്കുക അവിടെ തന്നെ. ചിലപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആൻസർ കിട്ടാം. അപ്പോൾ ഇതൊക്കെ സുഖവാസ കേന്ദ്രങ്ങളാണല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം ഇത് സുഖവാസ കേന്ദ്രങ്ങളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണെന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഇത് സ്ഥിതി ചെയ്യുന്ന ഏത് മലനിരയിലാണ്? യെസ്, ഹിമാചലിലാണ് അല്ലേ. ഹിമാചൽ മലനിരയിലാണ്. സിമ്പിളാണിത്. നമുക്ക് ഹിമാലയം ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് കാണുന്നത്. വലുതൊന്നും, അതിനേക്കാളും പകുതിയായിട്ട് ചെറുതൊന്നും, ഏറ്റവും ചെറുതായിട്ട് ഇവനും അല്ലേ. എന്താണ് ഇവൻ്റെയൊക്കെ പേര്? ഏറ്റവും വലുതായിട്ടുള്ളത് അവൻ്റെ പേരാണ് വലുതല്ലേ. അപ്പോൾ ഇവൻ്റെ പേരെന്താ? ഗ്രേറ്റർ ഹിമാലയ, ഗ്രേറ്റ് ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്നൊക്കെ പറയും. എത്ര ഇവൻ്റെ ഉയരം? 6000 മീറ്റർ ആണ് ഇവൻ്റെ ഉയരം. രണ്ടാമത്തവൻ്റെ പേരെന്താ? മറ്റവൻ ഗ്രേറ്റർ അല്ലേ, അപ്പോൾ രണ്ടാമത്തവൻ്റെ പേരെന്തായിരിക്കും? ലെസ്സർ. ഇവൻ്റെ ഉയരം 3000 മീറ്റർ ആണ്. ഇനി ഏറ്റവും ചെറുത് ഇവൻ്റെ പേരാണ്. ഇവൻ ഏറ്റവും പുറമേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പുറമേ അല്ലേ, ഔട്ടല്ലേ, ഔട്ടർ ഹിമാലയ എന്നാണ് വിളിക്കുക. ഇവൻ 1200 മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ്. SCRT 1220 എന്ന് കാണാം. ഇനി മറ്റ് പേരുകൾ നോക്കാം. ഇവൻ ഔട്ടർ അല്ലേ, അപ്പം മറ്റവൻ്റെ മറ്റൊരു പേരെന്തായിരിക്കും? ഇന്നർ ഹിമാലയ. ഇനി ഇവരുടെ 2 പേരുടെ ഇടയിലല്ലേ ഇവൻ ലെസ്സർ, അപ്പോൾ ഇവൻ്റെ മറ്റൊരു പേരെന്തായിരിക്കും? മിഡിൽ ഹിമാലയ. ഏതും ഓപ്ഷനായിട്ട് വരാം, അതുകൊണ്ടാണ് എല്ലാ പേരുകളും പഠിപ്പിക്കുന്നത്. ഇനി ഗ്രേറ്റർ, നല്ല ഉയരാണല്ലേ. എത്ര ഉയരം? 6000 മീറ്റർ ആണ് അവൻ്റെ ഉയരം. 3000 മീറ്റർ ഉയരത്തിലുള്ള ഒരുവിധം എല്ലാ പർവ്വതത്തിലും 3000-ലധികം, ഒരു 4000 മീറ്ററിൽ അധികം ഉയരമുള്ളതൊക്കെ ഏത് പർവ്വതത്തിൽ പോയാലും നിങ്ങൾക്ക് എന്ത് കാണാം? മഞ്ഞ് മൂടിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. അതുകൊണ്ട് ഇവൻ്റെ പേരെന്താ? ഹിമം എന്ന് വെച്ചാൽ മഞ്ഞ് അല്ലേ. അദ്രി എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ പർവ്വതം. അപ്പോൾ ഇവൻ്റെ പേരെന്തായിരിക്കും? ഹിമാദ്രി. അവൻ ഹിമാദ്രി ആണെങ്കിൽ ഈ നടുവിലുള്ളവൻ്റെ പേരെന്തായിരിക്കും? ഹിമാചൽ. ഓക്കെ, ഹിമാദ്രി, ഹിമാചൽ. എന്താ പേര് വന്നെന്ന് മനസ്സിലായല്ലോ? ഹിമ അദ്രി, മഞ്ഞ് മൂടിയ പർവ്വതനിര. ഓക്കെ, ഹിമാചലിന് പേര് നമ്മൾ പഠിച്ചു. ഔട്ടർ ഹിമാലയക്ക് ഒരു പേരുണ്ട്, ശിവാലിക്. ശിവന്റെ തിരുമുടി എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഏറ്റവും ഉയരം ചെന്ന ഹിമാലയത്തിലെ പർവ്വതമാണ് ഇവൻ. ഇനി നിങ്ങൾ പറ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. സുഖവാസ കേന്ദ്രങ്ങൾ എവിടെയായിരിക്കും കാണുന്നത്? ഇവൻ അധികം ഹൈറ്റ് ഇല്ല. ഉയരം കൂടുമ്പോൾ താപനില കുറയും, തണുപ്പുണ്ടാകും. പക്ഷെ ഇവിടെ അത്ര തണുപ്പുണ്ടാവില്ല അല്ലേ. ഇനി മറ്റവൻ്റെ പ്രശ്നം എന്താ? അവൻ്റെ മുകളിൽ ഹിമാദ്രിയ എന്ന് വെച്ചാൽ മഞ്ഞ് മൂടിക്കിടക്കും, നല്ല തണുപ്പായിരിക്കും, കൊടും ശൈത്യമായിരിക്കും. -20, -30 ഒക്കെ ആയിരിക്കും അവിടുത്തെ താപനില. അപ്പോൾ അവിടെ മനുഷ്യൻ ഉണ്ടാകുമോ? സുഖവാസ കേന്ദ്രങ്ങൾ ഉണ്ടാവുമോ? ഇല്ല, വലിയ സുഖമൊന്നും കാണില്ല. എവിടെയായിരിക്കും സുഖവാസ കേന്ദ്രങ്ങൾ അപ്പോൾ ഉണ്ടാവുക?
യെസ്, ഹിമാചൽ ഹിമാലയ അഥവാ നമ്മുടെ മിഡിൽ അഥവാ ലെസ്സർ ഹിമാലയയിലായിരിക്കും. അപ്പോൾ സിംല, ഡാർജിലിംഗ് ഒക്കെ സുഖവാസ കേന്ദ്രങ്ങൾ നമുക്ക് പൊതുവെ കാണുന്നത് ഇവിടെയാണ്, മറക്കരുത്. സുഖവാസ കേന്ദ്രങ്ങളുടെ പേര് ഞാനിവിടെ പെട്ടെന്ന് എഴുതുന്നുണ്ട്. സിംല, അതുപോലെ നമ്മൾ കുളു എന്ന് കേട്ടിട്ടുണ്ട്, കുളു, അതുപോലെ മണാലി അല്ലേ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇനി നമ്മൾ ഡാർജിലിംഗ് പഠിച്ചു. ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു. എവിടെയാണ്? വെസ്റ്റ് ബംഗാളാണ്. ഇനി നമ്മൾ നൈനിറ്റാൾ അല്ലേ, നൈനിറ്റാൾ, ഇതൊക്കെയാണ് PSCക്ക് എപ്പോഴും ചോദിക്കുന്ന സുഖവാസ കേന്ദ്രങ്ങൾ. നൈനിറ്റാൾ, അതുപോലെ അൽമോറ, അതുപോലെ മസൂറി. ഇവർ 3 പേരും സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. എവിടെയാ? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മറന്നു പോകരുത്. ഇനി ഇവിടുന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി അഥവാ രാജ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്ന് ചോദ്യം വരുവാണെങ്കിൽ എന്താ ആൻസർ? നമ്മുടെ മസൂറിയാണ് ആൻസർ. PSCയുടെ ഒരു സൂപ്പർ ഹിറ്റ് ചോദ്യമാണിത്. PSC എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ സൂപ്പർ ഹിറ്റ് ചോദ്യം എന്ന് പറയാം, മറക്കരുത്. ഇനി സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ആരാണ്? സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് നമ്മുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന, എന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൊടൈക്കനാലാണ്. എടാ, രാജ്ഞി എന്ന് പറയുമ്പോൾ വലുതല്ലേ, അപ്പോൾ ഹിമാലയത്തിൽ. ഇനി രാജകുമാരി എന്ന് പറയുമ്പോൾ അപ്പോൾ ചെറുതല്ലേ, അപ്പോൾ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും ആയിരിക്കും അല്ലേ, കൊടൈക്കനാൽ, തമിഴ്നാടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലാണ് നമ്മുടെ മസൂറി, മറക്കരുത്. കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പളനി മലയിലാണ്. അതും PSC ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സുഖവാസ കേന്ദ്രങ്ങളിൽ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും നമ്മൾ എഴുതും അല്ലേ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രസ്താവനയായിട്ടുള്ള ചോദ്യം അല്ലേ. നമ്മൾ സാധാരണ പ്രസ്താവനയായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യും? നമ്മൾ സ്കിപ്പ് അടിക്കും. ചെയ്യുമോ? ചെയ്യരുത്. കാരണം എന്താ? ചിലപ്പോൾ ഈ ചോദ്യത്തിനേക്കാളും എളുപ്പമായിരിക്കും പ്രസ്താവനയായിട്ടുള്ള ചോദ്യം. പ്രസ്താവനകൾ 1, 2, 3 അല്ലെങ്കിൽ 4 പ്രസ്താവനയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വായിക്കാനായിരിക്കും സമയം വേണ്ടത്. നിങ്ങൾ ക്ഷമ കാണിക്കണം. വളരെ സിമ്പിളായിരിക്കും പ്രസ്താവനയുള്ള ചോദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, കറക്കി കുത്തി കഴിഞ്ഞാൽ തെറ്റാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. കാരണം ഇപ്പോൾ കറക്കി കുത്തി കഴിഞ്ഞാൽ 4 ഓപ്ഷൻ അല്ലേ, 25% നിങ്ങളെ ശരിയായ ആൻസർ ആകാനുള്ള ചാൻസ്. അതേസമയം പ്രസ്താവനയുള്ള ചോദ്യങ്ങൾ അങ്ങനെയല്ല. ഈ 4 പ്രസ്താവനകളിൽ ഏതെങ്കിലും ഒന്നറിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻസുകൾ പലതും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രസ്താവനകളുള്ള ചോദ്യം ടഫാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2023 ചോദിച്ച ചോദ്യമാണ്. നമുക്ക് നോക്കാം. എൻ്റെ കൂടെ ചെയ്യുക. നോക്കിക്കോ. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കീവേഡ് ഒന്നും ഇവിടെ ഇല്ല, പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഞാൻ എന്ത് ചെയ്യും? തെറ്റായത് കണ്ടുപിടിക്കും. നമുക്ക് നോക്കാം. ശരിയായതല്ലേ ചോദിച്ചത്, അപ്പോൾ തെറ്റായത് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കോ. ഇന്ത്യയിലെ ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, കീവേഡ് അണ്ടർലൈൻ ചെയ്യണേ എൻ്റെ ഒപ്പം, എന്നിവ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. എടാ, ദേശീയപാത സംസ്ഥാന സർക്കാരോ? ഇവ തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. എടാ, ദേശീയപാത സെൻട്രൽ ഗവൺമെൻറ് അല്ലേ ഉണ്ടാക്കുക. ഇതറിയാത്ത ഒരു കുട്ടിക്ക് പോലും ഇത് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഈ പ്രസ്താവന തെറ്റാണെന്ന്. സംസ്ഥാന സർക്കാർ സംസ്ഥാന പാതയല്ലേ ഉണ്ടാക്കുക, ദേശീയപാതയല്ലല്ലോ. അപ്പം തന്നെ നമുക്കൊരു തെറ്റായ പ്രസ്താവന കിട്ടി. തെറ്റായ പ്രസ്താവന കിട്ടിയാൽ നമ്മൾ വെറുതെ വിടരുത്. അത് അപ്പം തന്നെ ഓപ്ഷനിൽ അപ്ലൈ ചെയ്യണം. തെറ്റായ പ്രസ്താവനയാണ്, നമ്മളോട് ശരിയായതാ ചോദിച്ചത്. അപ്പം നമുക്ക് 1 ഉള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ 1 ഉണ്ട്, എലിമിനേറ്റ് ചെയ്തു. ഇവിടെ 1 ഉണ്ട്, എലിമിനേറ്റ് ചെയ്തു. ഇവയെല്ലാം എന്ന് വെച്ചാൽ ഇവിടെ 1, 2 അതുപോലെ 3 ആണ് അല്ലേ. അപ്പം തന്നെ നമ്മൾ ഡിയും എലിമിനേറ്റ് ചെയ്തു. ആൻസർ കിട്ടി. ടഫാണോ ഈ ക്വസ്റ്റ്യൻ? ടഫാണോ? അല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. പ്രസ്താവനയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ 1, 2 പ്രസ്താവന വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ 1ാമത്തെ പ്രസ്താവന വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. 2, 3, 4 വായിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. എന്നിരുന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 2ാമത്തെ ഓപ്ഷൻ, ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. തീർച്ചയായും 80% ഗ്രാമീണ റോഡാണ്. നാഷണൽ ഹൈവേ ദേശീയപാത 2% വരുന്നത്.
സംസ്ഥാനപാത സ്റ്റേറ്റ് ഹൈവേ 4% വരുന്നത്. അതേപോലെ ഡിസ്ട്രിക്റ്റ് ജില്ലാപാത വരുന്നത് 14%. ഓക്കെ, ഇപ്പോൾ ഗ്രാമീണ റോഡാണ് ഏറ്റവും കൂടുതൽ 80%, മറക്കരുത്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ചെലവ് കുറഞ്ഞ അല്ലേ, മലയാളത്തിൽ ചെലവ് എന്നല്ലേ പറയാം. ഓക്കെ, ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം റോഡ് ഗതാഗതമാണ്. ആണോ? പെട്രോളിനൊക്കെ എന്താ വില ആയിരിക്കുമോ? ഒബ്വിയസ്ലി അല്ല. അപ്പോൾ ഇത് നമ്മൾ ഡെലിമിനേറ്റ് ചെയ്തു. നാലാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ചതുഷ്കോണ സൂപ്പർ ഹൈവേ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് സൂപ്പർ ഹൈവേ, അതായത് നമ്മുടെ ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല. തീർച്ചയായും അതും ശരിയാണ്. എന്താണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 നഗരങ്ങളെ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത, അതുപോലെ ചെന്നൈ, ഈ 4 നഗരങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള റോഡിനെ, അതായത് സുവർണ ചതുഷ്കോണം എന്നാണ് ഇതിനെ പറയുക. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ചതുഷ്കോണം എന്ന് വെച്ചാൽ 4 നഗരങ്ങൾ. ഏതൊക്കെയാ? ഒറ്റ കാര്യം ആലോചിച്ചായി. വടക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ഏതാ? വടക്കുള്ളത് ആരാ? ഡൽഹി അല്ലേ. ഇനി കിഴക്കുള്ള പ്രധാനപ്പെട്ട നഗരം ഏതാ? കൊൽക്കട്ടയല്ലേ. പടിഞ്ഞാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ഏതാ? മുംബൈയാണ്. തെക്കാണ് ഒരു കൺഫ്യൂഷൻ വരിക. ചെന്നൈ ആണ് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ 4 നഗരങ്ങളെയും ബന്ധിപ്പിച്ചുള്ള സൂപ്പർ ഹൈവേകളാണ് സുവർണ ചതുഷ്കോണം ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. മറക്കരുത്, ഇത് ഉണ്ടാക്കിയത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ചോദ്യത്തിലും കൂടെ പോകാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ എൻ്റെ ഒപ്പം നോക്കിക്കോ, കിഴക്കൻ തീര സമതലങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കീവേഡ് അണ്ടർലൈൻ ചെയ്യുന്നു. ശരിയാണോ തെറ്റാണോ വട്ടിട്ട് വെക്കുന്നു. എന്നിട്ട് നമ്മൾ പ്രസ്താവന ചെക്ക് ചെയ്യുന്നു. കിഴക്കൻ തീരമാണ് ചോദിച്ചത് അല്ലേ? കിഴക്കൻ തീരത്തെക്കുറിച്ചാണ് ചോദിച്ചത്. നോക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ തീരോ? എടാ, അറബിക്കടലും നമ്മുടെ പശ്ചിമഘട്ടമൊക്കെ പടിഞ്ഞാറല്ലേ? പശ്ചിമഘട്ടമല്ലേ? പടിഞ്ഞാറൻ പർവ്വതങ്ങളല്ലേ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് കിട്ടി. ഇത് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല, PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് കിട്ടിയില്ലേ? നമ്മളോട് ചോദിച്ചത് ശരിയല്ലേ? തെറ്റായ പ്രസ്താവന നമ്മൾ കണ്ടെത്തിയില്ലേ? എലിമിനേറ്റ് ചെയ്തോ? ഒന്നിവിടെയുണ്ട് എലിമിനേറ്റ് ചെയ്തു, ഒന്നിവിടെയുണ്ട് എലിമിനേറ്റ് ചെയ്തു. ഓൾ ഓഫ് ദി എബോ അല്ലേ? ഇതും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. നമുക്ക് ആൻസർ കിട്ടി. 3ഉം 4ഉം ആണ് ആൻസർ. പ്രസ്താവനകളുള്ള ചോദ്യം ഭയങ്കര ടഫാണല്ലേ? ആണോ? അല്ല. അപ്പോൾ ഇത് ബാക്കിയുള്ള ഓപ്ഷൻസുകൾ നമുക്ക് എനിവേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. താരതമ്യേന വീതി കുറവാണ്. അല്ല. വീതി എന്താ? കിഴക്കൻ തീരം സമതലങ്ങളിൽ വീതി എന്താ? കൂടുതലാണ്, കുറവല്ല. ഡെൽറ്റകൾ കാണപ്പെടുന്നു. തീർച്ചയായും ഡെൽറ്റകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കിഴക്കൻ തീര സമതലത്തിലാണ്. കാരണം ഇന്ത്യയിലെ ഒരുവിധം നദികളൊക്കെ സഞ്ചരിച്ചു പോകുന്നത് കിഴക്കോട്ടാണ്. സുന്ദര വനപ്രദേശം കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യും. തീർച്ചയായും സുന്ദർബൻസ് വെസ്റ്റ് ബംഗാൾ തൊട്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് നമ്മുടെ കിഴക്കൻ തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നിന്ന് വരുന്ന 4 കാര്യങ്ങൾ ഞാനിവിടെ എഴുതുന്നുണ്ട്. പടിഞ്ഞാറൻ തീരം, പടിഞ്ഞാറ് തീരം, അതുപോലെ കിഴക്കൻ തീരം. ഇതിൽ നിന്ന് ഇനി ചോദ്യങ്ങൾ വരും. നോക്കിക്കോ, ഈ വർഷം തന്നെ വരും. നോക്കിക്കോ. പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത് വീതി നന്നേ കുറവാണ്. കിഴക്കൻ തീരത്തിനോ വീതി കൂടുതലാണ്. ഈ 4 ക്വസ്റ്റ്യൻസേ വരുവേ. നോക്കിക്കോ. വീതി നമ്മൾ പഠിച്ചു അല്ലേ? ഇങ്ങനെ വീതി കുറഞ്ഞു പോകാൻ എന്താ കാര്യം? പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത് താഴ്ന്നു കൊണ്ടിരിക്കുകയാണ്. എന്താണ്? താഴ്ന്നു കൊണ്ടിരിക്കുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരം. അതേസമയം കിഴക്കൻ തീരമോ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറൻ തീരം ഇങ്ങനെ താഴ്ന്നു പോകുന്നതുകൊണ്ട് വീതി കുറഞ്ഞു വരിക. കേരളത്തിലെ ബീച്ചിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. കോവളം ശംഖുമുഖമൊക്കെ വലിയ ബീച്ചായിരുന്നു. ഇപ്പം അത് ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കേരളത്തിലെ പൊതുവെ ബീച്ചുകൾ, കോഴിക്കോട് ബീച്ചൊന്നുമല്ല ഉദ്ദേശിച്ചത്. കോഴിക്കോടുകാർക്ക് വലിയ ബീച്ചുണ്ട്, അതിപ്പോഴും വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്കിയുള്ള തെക്ക് മധ്യഭാഗത്തുള്ള ബീച്ച്, ഇപ്പോൾ എറണാകുളം ചെറായി ബീച്ചാണെങ്കിലും വലിയ ബീച്ചായിരുന്നു, ഇപ്പോൾ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചില്ല എന്ന് തന്നെ പറയാം. ഇവിടെയാണെങ്കിൽ ബീച്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കിഴക്കൻ തീരത്ത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ചായിട്ടുള്ള മറീന ബീച്ച് എവിടെയാ? കിഴക്കൻ തീരം. നല്ല വീതിയുള്ള ബീച്ചാണ്. ഇപ്പോഴും വീതി കൂടിക്കൊണ്ടിരിക്കുക. ഇനി വീതി കൂടാൻ ഒരു കാരണവും കൂടിയുണ്ട്. ഇവിടെ നദികൾ ഡെൽറ്റകൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ ഒരുവിധം നദികളൊക്കെ ഒഴുകുന്നത്
കിഴക്കോട്ടേക്കാണ് അല്ലേ. അപ്പോൾ ഈ കിഴക്കൻ തീരപ്രദേശത്ത് വലിയ ഡെൽറ്റകൾ ഉണ്ടാക്കുന്നത്. എനിവേ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയും ഇവിടെയാണ്, സുന്ദർബൻസ്. ഇപ്പം മനസ്സിലായില്ലേ? കിഴക്കൻ നദി, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ നമുക്ക് കാണുക? അഴിമുഖങ്ങളാണ് കാണുക. അതായത് മുങ്ങിപ്പോയ ഡെൽറ്റകളെയാണ് നമ്മൾ അഴിമുഖം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള നദികളുടെ മൗത്തിനെയാണ് നിക്ഷേപമൊന്നും കാണാൻ പറ്റില്ല, അതാണ് അഴിമുഖം. അപ്പോൾ ഈ അഴിമുഖങ്ങളുള്ളത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് വീതി കൂടാത്തത്. അതേസമയം അവിടെ ചെളി ഡെയിലി കൊണ്ടുപോയി നദികൾ നിക്ഷേപിച്ച് വീതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഏതാണ് ഫിഷിംഗ് ഹാർബറുകൾക്കും തുറമുഖങ്ങൾക്കും പറ്റിയ സ്ഥലം? പ്രകൃതിദത്തമായ തുറമുഖങ്ങൾക്ക് പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? താഴ്ന്നുകൊണ്ടിരിക്കുന്നു, അഴിമുഖങ്ങളാണ്, ഡെൽറ്റയില്ല, വീതി കുറവാണ്. അപ്പോൾ കപ്പലിന് പെട്ടെന്ന് അടുക്കാൻ പറ്റില്ലേ? ആഴം കൂടിയ തീരപ്രദേശമായിരിക്കില്ലേ ഇത്. അപ്പോൾ പ്രകൃതിദത്തമായ തുറമുഖങ്ങൾക്ക് പറ്റിയ സ്ഥലം പടിഞ്ഞാറാണ്. അതേസമയം കിഴക്കൻ തീരസമതല അല്ല. തുറമുഖങ്ങളുണ്ട്, പക്ഷേ പ്രകൃതിദത്തമായ തുറമുഖമല്ല. ഇത് ഓർത്തു വെക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് എന്തുകൊണ്ടാണ് നല്ല ആഴം കൂടിയ വിഴിഞ്ഞൻ തുറമുഖം വരുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? വിഴിഞ്ഞൻ തുറമുഖം എന്തുകൊണ്ട് കേരള തീരത്ത് വരുന്നു എന്ന് അല്ലേ? എന്താ കാരണം? ഇവിടെ ആഴം കൂടുതലാ. എന്താ ആഴം കൂടാൻ കാരണം? ഈ കരഭാഗം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, വീതി കുറവാണ്, അഴിമുഖങ്ങളാണ്, നല്ല ആഴമുള്ള കടലാണ്. സെറ്റല്ലേ? അപ്പോൾ തീരപ്രദേശത്ത് നിന്ന് എന്ത് ചോദ്യം വന്നാലും നമ്മളിനി എഴുതും. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇതുപോലെ ഇനിയും കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്. വിൽ സീ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.